ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡ്രീം എഡ്യൂ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മീട്ട സന്തര എന്ന സംസ്മരണ യായാവർ എഴുതിയ സംസ്മരണ പഠിച്ചു. ഇന്ന് നമുക്കതിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും നോക്കാം. देखिए, आदित्य प्रश्न क्वेश्चन लेख और बूटी कांग की ഗബിഷബ് ആപ്കോ കൈസേ ലഗി. ലേഖകനും ബൂഢി കാങ്ക് വൃദ്ധയായ കച്ചവടക്കാരിയും തമ്മിലുള്ള ഗബിഷബ് വാർത്താലാപ് സംഭാഷണം ആപ്കോ കൈസേ ലഗി. താങ്കൾക്ക് എങ്ങനെ തോന്നി, താങ്കൾക്ക് എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെ തോന്നി, എങ്ങനെയാണ് തോന്നി? നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ? അച്ചി ലഗി. എങ്ങനെയുണ്ടായിരുന്നു? അച്ചി ലഗി. അച്ചി ലഗി, ഇതാണ് ആൻസർ. അച്ചി ലഗി. ഇനി നോക്കൂ, അച്ചി ലഗിയാണ് ക്യോം, എന്തുകൊണ്ട്. എന്തുകൊണ്ടാണ് അച്ചി ലഗി എന്ന് പറയാൻ കാരണം, നന്നായിരുന്നു എന്ന് പറയാൻ കാരണം എന്ത്? ക്യോങ്കി ഗബിഷബ്. എന്തുകൊണ്ടെന്നാൽ ഗബിഷബ് വാർത്താലാപ് ലളിത് ആവൂർ, ലളിതവും മനോരഞ്ജക ഭീതി, മനസ്സിന് ഇഷ്ടപ്പെട്ടതു പോലെയായിരുന്നു. ലളിതവും മനോരഞ്ജകവും ആയിരുന്നു. അതായത് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സംഭാഷണമായിരുന്നു അവർ തമ്മിലുള്ളത്. ആ ബൂഢി കാങ്കും പിന്നെ ലേഖകനും തമ്മിലുള്ള സംഭാഷണം. ക്യോങ്കി ഗബിഷബ് ലളിത और മനോരഞ്ജക ഭീതി. അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ प्रश्न देखिए. युवती ने पैसा लेने से इनकार किया. युवती पैसा वांगान मടി കാണിച്ചു, इनकार किया. यहाँ युवती का कौन सा मनोभाव प्रकट होता है? ഇവിടെ യുവതിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാക്കുന്നത്? എന്ത് മനോഭാവമാണ്? മനസ്സിലാക്കാനുള്ള മനോഭാവം. അതായത് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. 20 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മുത്തശ്ശി കച്ചവടം ചെയ്യുമ്പോൾ അവിടെ വന്ന് ഓറഞ്ച് വാങ്ങിയ അതേ മനുഷ്യൻ തന്നെയാണ് ഇതെന്ന് സംഭാഷണത്തിൽ നിന്ന് ആ യുവതിക്ക് മനസ്സിലായി. അതായത് ഒരാളുടെ സംഭാഷണത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള കഴിവാണ് അവിടെ കാണുന്നത്. ജാൻ പഹചാൻ കേ കാരൺ. ജാൻ പഹചാൻ കേ കാരണം. അതായത് മനസ്സിലാക്കാനുള്ള ആ കഴിവ് കൊണ്ടാണ് അവള് പൈസ വാങ്ങാൻ മടിച്ചത്. ജാൻ പഹചാൻ കേ കാരണം. युवती ने पैसा लेने से इनकार किया. यह युवती की कौन सी मनोभाव प्रकट होता है? युवती का जान पहचान क्या मनोभाव. युवती का कौन सा എന്നുള്ളടുത്ത് ഇത് എഴുതുക. ജാൻ പഹചാൻ കേ കാരണ്. ആ കാരണമായിട്ടുള്ള മനോഭാവമാണ് അവിടെ പ്രകടമായിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ആക്ടിവിറ്റീസിൽ ഒന്നാമത്തത് ആയേം ഖരീദേം, വന്ന് വാങ്ങാനാണ് പറയുന്നത്. ലിഗേം ക്യാ ക്യാ ഹേ, ഒരു കടയുടെ നമ്മൾ പഠിച്ച ആ കടയുടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ലിഗേം ക്യാ ക്യാ ഹേ, എഴുതൂ എന്തൊക്കെയാണ്. കുറേ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ആ കടയിൽ കാണുന്നത് എന്ന് എഴുതുക. എന്തൊക്കെയാണ് ആ കടയിൽ കാണുന്നത്? ഒരു ഫ്രൂട്ട് സ്റ്റാൾ, ഒരു പെട്ടിക്കടയാണ് അല്ലേ? അവിടെ എന്തൊക്കെയുണ്ട് പെട്ടിക്കടയിൽ? നമ്മൾക്ക് പഠിച്ചതല്ലേ, പാഠത്തിൽ പഠിച്ചില്ലേ? എന്തൊക്കെയാണ്? ഫല്ലുണ്ട് അല്ലേ? തരക് തരകെ ഫൽ, വിവിധ തരം പഴങ്ങളുണ്ട് അല്ലേ? പിന്നെ മിഠായി ഉണ്ട്, മിഠായി, പഴങ്ങൾ. ഇപ്പം നമ്മൾ എന്തെഴുതും? ആദ്യത്തെ ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് സന്തര, കേല, സന്തര, കേല. പിന്നെ അനന്നാസ്. പിന്നെന്താ ഉള്ളത്? മിഠായി, ചാക്ലേറ്റ്.
പെപ്പർമെൻറ്റ് പെപ്പർമെൻറ്റ്. പിന്നെ പിന്നെ എന്താ ഉള്ളത്? പിന്നെ പിന്നെ ഉണ്ടല്ലോ ചോക്ലേറ്റ്, പേപ്പർമിൻറ്റ്, പീപ്പർമിൻറ്റ്, പൈനാപ്പിള്, ഉബലേ ശക്കർകന്ത്. ഉബലേ ശക്കർകന്ത്. ഉബലേ ശക്കർകന്ത് എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയ മധുരക്കിഴങ്ങ്. പിന്നെ ബിസ്കുട്ട് ബിസ്കുട്ട് ബിസ്കുട്ട്. പ്ലം പ്ലം. ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. അത് നമുക്ക് ആ പാഠഭാഗത്ത് നിന്ന് തന്നെ എടുത്തെഴുതാം. സന്തര, കേല, അന്നാസ് അല്ലെങ്കിൽ പൈനാപ്പിള്, ചോക്ലേറ്റ്, പീപ്പർമിൻറ്റ്, ഉബലേ ശക്കർകന്ത്, ബിസ്കൂട്ട്, പ്ലം. ഇനി അടുത്തത് ചിത്രത്തേക്ക് ലിഖേം കിസ്നെ കഹ, യുവതിയോ ലേഖകോ. കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതാരാണ് പറഞ്ഞതെന്ന് എഴുതാനാണ്. നമ്മൾ പാഠഭാഗം നന്നായി തറവായിട്ട് വായിച്ചവർക്ക് ഇത് പെട്ടെന്ന് പറയാൻ സാധിക്കും. സന്തര മീഠാ ഹേ. ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതാരാണ് ചോദിക്കുന്നത്? ആരാ ചോദിച്ചത്? ആരാ ചോദിച്ചത്? ലേഖകമാണ്. ലേഖക ചോദിക്കുകയാണ് സന്തര മീഠാ ഹേ. ലേഖക ചോദിക്കുകയാണ് സന്തര മീഠാ ഹേ. അത് നമ്മൾ ലേഖക എന്ന് എഴുതി. ഇനി അടുത്ത് നോക്കി. ഏക്ക് പാവ് ചീനിമേ ദോ സാദാ മീഠാ നഹി ഹോഗാ. ഒരു കാൽ ഭാഗം പഞ്ചസാര ഇട്ടാൽ പഞ്ചസാരയിൽ ഇത്രയും മധുരം ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. ഇത്രയും മധുരം, അതിന് മധുരം ഉണ്ടാകും. അത് ആരാ ചോദിച്ചത്? ലേഖകൻ. അടുത്ത് നോക്കൂ. മീഠാ ഹേ തോ ക്യോം നഹി മീഠാ ഹോഗാ. ആ മധുരം ഉള്ളത് പിന്നെ എങ്ങനെ മധുരം ഇല്ലാതെയാകും? ഇത് ദേഷ്യപ്പെട്ടിട്ട് ആരോ ചോദിച്ചതാണ്. ആരാ ചോദിച്ചത്? യുവതി ചോദിക്കുകയാണ് മീഠാ ഹേത്തോ. മീഠാ, ഇത് ഇമ്പോർട്ടൻ്റ് സെൻറ്റൻസ് ആണിത്, എക്സാമിന് ചോദിക്കും. മീഠാ ഹേത്തോ ക്യോം നഹി മീഠാ ഹോഗാ. മധുരമുള്ളത് എന്തുകൊണ്ട് മധുരമില്ലാതെയാകും? കിതനി ചീനി ടാലി. അതാരാ ചോദിച്ചത്? എത്ര ചീനി ഇട്ടു എന്ന്, എത്ര പഞ്ചസാര ഇട്ടു എന്ന് ആരാ ചോദിച്ചത്? ലേഖക്. ഏക്ക് പവ. ആരാ പറഞ്ഞത്? ഒരു കാല് പഞ്ചസാര ഇട്ടെന്ന്? യുവതി. ഇനി അടുത്ത് നോക്കൂ. തബ് തോ സരൂർ മീഠാ ഹോഗാ. അതെ, എന്നാൽ ശരിക്കും തീർച്ചയായും മധുരമുണ്ടാകും. അതാരാ പറഞ്ഞത്? ലേഖക്. ദോ പവ. രണ്ട് കാൽഭാഗം ഇട്ടു. യുവതി. ഇതൊക്കെ പെട്ടെന്ന് കിട്ടുന്നതാണ്. കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായി കിട്ടും. ബഹുത്തു മീഠാ ഹേ. അതെ, നല്ല മധുരമുണ്ട് എന്നാരാ പറഞ്ഞത്? യുവതി. ബഹുത്തു മീഠാ ഹേ, അതും യുവതിയാണ് പറഞ്ഞത്. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് കഹാനി സെ ഗുസരേം പ്രസ്താവ് പർ ലഗായേം 20 സാൽ ബാദ്. അതായത് ടിക്കോ അല്ലെങ്കിൽ ഇൻഡ്യോ ഇടാനാണ്. ഇവിടെ കളറായിട്ട് കാണുന്നില്ല. ടിക്കോ. കഹാനിയിൽ കുറച്ച് സെൻറ്റൻസുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയോ തെറ്റെന്ന് എഴുതാനാണ്. ലേഖക് ഷിലോങ് ഗയാ. ലേഖകൻ ഷിലോങ്ങിൽ വന്നു, അല്ല പോയി. ശരിയോ തെറ്റോ? ശരി. ലേഖകൻ 20 വർഷത്തിന് ശേഷം, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. 20 സാൽ കെ ബാദ്, 20 വർഷത്തിന് ശേഷം ലേഖക് ഷിലോങ് ഗയാ. ഷിലോങ്ങിൽ പോയി. ശരി. ഗുമഡി സൂപ്പർ മാർക്കറ്റ് ബൻ ഗയാ. ആ പെട്ടിക്കട സൂപ്പർ മാർക്കറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ശരിയോ തെറ്റോ? തെറ്റ്. അവിടെ സൂപ്പർ മാർക്കറ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എന്താണുള്ളത്? അതേ കട തന്നെയാണ് അവിടെയുള്ളത്. അടുത്ത് നോക്കൂ. യുവതി കെ പാസ് ഉസ്കി ചോട്ടി സി ലഡ്കി ബി ബൈഠ് ദീദി. യുവതിയുടെ അടുത്ത് അവളുടെ ചെറിയ ഒരു കുട്ടിയും പെൺകുട്ടിയും ഇരിക്കുന്നുണ്ടായിരുന്നു. ശരി. ലേഖകു ബൂട്ടി കാഗ് കി യാദായി. ലേഖകന് ബൂഢിയായ അമ്മയുടെ, ആ വൃദ്ധ കച്ചവടക്കാരിയുടെ ഓർമ്മ വന്നു. ശരി. ഗുമടിമേം വൃദ്ധ നസറായി. ഗുമടിയിലെ ആ പെട്ടിക്കടയിൽ വൃദ്ധയെ ഉണ്ടായിരുന്നു? ഇല്ല.
ഗുമടിമേ യുവതി അകേലി ബൈഠീതി. ആ പെട്ടിക്കടയിൽ യുവതി തനിച്ചായിരുന്നു ഇരുന്നത്. ശരിയോ തെറ്റോ? തെറ്റാണ്. അവളുടെ മകളും കൂടി ഉണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏക് ദൂക്കാൻ കാ ചിത്ര ഖീഞ്ചേ രംഗ് ദേ നാം ദേ. ഒരു ദൂക്കാന്റെ ചിത്രം വരച്ചിട്ട് അവിടെ ആ ചിത്രത്തിന് നിറം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനൊരു പേരും കൊടുക്കുക. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം താഴെ എഴുതുക. അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചിത്രവും കാണിച്ച് അതിൻ്റെ വിവരണവും പറഞ്ഞു തരാം. ചിത്രത്തെക്കുറിച്ചാണ്. പൻസാരി കി ദുക്കാൻ, പലചരക്ക് കട. യഹ് ഏക് പൻസാരി കി ദുക്കാൻ ഹേ. ഇതൊരു പലചരക്ക് കടയാകുന്നു. യഹാൻ തരേ തരേക്ക് ഘരേലു ചീസേം ഹേ. ഇവിടെ പലതരത്തിലുള്ള വീട്ടു സാധനങ്ങളുണ്ട്. ചാവൽ, ചായ്, ചീനി, മസാലെ, സാബുൻ, മിഠായിയാം ആദി ഹേ. ചാവൽ അരി, ചായ, ചായപ്പൊടി, ചീനി, പഞ്ചസാര, മസാലെ അതായത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന പൊടി, മല്ലി, മുളക് അങ്ങനെയുള്ള ഐറ്റംസ്, സാബൂൻ, സോപ്പ്, മിഠായിയാം പലഹാരങ്ങൾ, മധുര പലഹാരങ്ങൾ മുതലായവയുണ്ട്. യഹാം കേലെ, സന്തരെ, സേബ്, കട്കൽ, അനന്നാസ്, അങ്കൂർ ആദി മൗസമി ഫൽ മൗസമി ഫൽ അതായത് വാഴപ്പഴം, ഓറഞ്ച്, ആപ്പിള്, ചക്ക, ചക്കപ്പഴം, കൈതച്ചക്ക, മുന്തിരി മുതലായ സീസണൽ പഴങ്ങളും और आलू, टमाटर, प्याज, गाजर, फूलगोभी, मिर्च, करेला, नारियल आदि सब्जियां भी है. അത് കൂടാതെ ഈ പഴങ്ങൾ കൂടാതെ കുറച്ച് പച്ചക്കറികളും ഉണ്ട്. ഉരുളക്കിഴങ്ങ്, തക്കാളി, ഉള്ളി, ഗാജർ, ഫൂൽഗോബി എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ, മിർച്ച്, കരേല മിർച്ച്, മുളക്, കരേല, കൈപ്പയ്ക്ക, നാരിയൽ, തേങ്ങ ആദി സബ്ജിയാം ഭി മുതലായ പച്ചക്കറികളുമുണ്ട്. കബി കബി യഹാംസെ ഗിലൗനെ, ചിലപ്പോഴൊക്കെ ഇവിടെ നിന്ന് കളി സാധനങ്ങളും ഒരു സജാവട്ട് അലങ്കാരം, സജാവട്ട് കി വസ്തുവെ അലങ്കരിക്കാനുള്ള വസ്തുക്കളും കൂടി ഇവിടെ നിന്ന് കിട്ടുന്നു. നിങ്ങൾക്ക് ഇതിലും ചെറുതാക്കി എഴുതാൻ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോലെ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കടയുണ്ട്. ആ ആദ്യത്തെ 2 സെൻറ്റൻസും എഴുതിയിട്ട് യഹാം മിഠായി, സബ്ജിയാം, ഫൽ ആദി ഹേ എന്നെഴുതിയാലും ഓക്കെ ആയി.